നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള പോലീസിൽ വലിയ വിവാദങ്ങൾ തിരികൊളുത്തിയതിനു ശേഷം ഇതാദ്യമായി PV അൻവർ MLA തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. ഇന്ന് തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകും എന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ PV അൻവർ അറിയിച്ചത്. എത്ര മണിക്ക് മുഖ്യമന്ത്രി കാണുമെന്നും പരാതി നൽകുമെന്നും ഇതുവരെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമില്ല. ഇതുവരെ ഉയർത്തിയത് വാർത്താ സമ്മേളനങ്ങളിലൂടെയുള്ള ആരോപണങ്ങളായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നതോടുകൂടി അതൊരു നിർണായക നീക്കമായി മാറും. അന്വേഷണ സംഘത്തെ നിശ്ചയിച്ചുവെങ്കിലും ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയതിലും SP സുജിത് ദാസിനെ സ്ഥലം മാറ്റിയതിലുമൊക്കെ PV അൻവറിന്റെ പ്രതികരണം നിർണായകമാണ്. അൻവറിന്റെ വിഷയത്തിൽ കടുത്ത അതൃപ്തിയുണ്ടെന്നാണ് സൂചന. ഗുരുതര ആരോപണം ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെ മാറ്റാനും സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയം. അതേസമയം KT ജലീലും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണും. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ജലീൽ മുഖ്യമന്ത്രിയെ കാണുന്നത്. ഉദ്യോഗസ്ഥർക്കിടയിലെ കള്ളനാണയം തുറന്നുകാട്ടുമെന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ KT ജലീലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ സസ്പെൻഷനിലായ SP സുജിത് ദാസിനെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. പോലീസ് ആസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യാനും സുജിത് ദാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. VG വിനോദ് കുമാറാണ് പത്തനംതിട്ടയിലെ പുതിയ ജില്ലാ പോലീസ് മേധാവി. ഗുരുതര ചട്ടലംഘനമെന്ന അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് സുജിത് ദാസിനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. SP ക്യാമ്പ് ഓഫീസിലെ മരം മുറിച്ചു കടത്തിയെന്ന പരാതി പിൻവലിച്ചാൽ ജീവിതകാലം മുഴുവൻ താൻ കടപ്പെട്ടിരിക്കുമെന്ന് PV അൻവറിനെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിന്റെ സംഭാഷണങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസ് സേനയ്ക്ക് ഇത് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. അതേസമയം ADGP MR അജിത് കുമാറിനെയും ചില പോലീസ് ഉദ്യോഗസ്ഥരെയും പരാമർശിച്ച് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കാൻ ഉന്നത സംഘം രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന അന്വേഷണം നടക്കുകയാണ്. DGP നേരിട്ടാണ് അന്വേഷണം നടത്തുക. അജിത് കുമാറിനെ മാറ്റാത്ത പോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല. MR അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ P ശശിയെ മാറ്റേണ്ടി വരുമെന്നാണ് ഇരുവരെയും നിലനിർത്തിക്കൊണ്ട് അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ. MR അജിത് കുമാർ കൊലപാതകം ചെയ്തിട്ടുണ്ടെന്നും ദാവൂദ് ഇബ്രാഹിമിനെ റോൾ മോഡലാക്കിയ നൊട്ടോറിയസ് ക്രിമിനലാണ് അദ്ദേഹമെന്നും PV അൻവർ പറഞ്ഞിരുന്നു. മന്ത്രിമാരുടെ അടക്കം രാഷ്ട്രീയ നേട്ടങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ കോളുകൾ MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ചോർത്തുന്നുണ്ടെന്നും PV അൻവർ ആരോപിച്ചു.